ഹലോ എണ്ണ എന്താ എണ്ണ ഇരിക്കാൻ സമ്മതിക്കുന്നില്ല. ഞാൻ പറഞ്ഞുണ്ട് പറഞ്ഞു എത്തും. ഓ ശരി ശരി. കിടക്കുന്ന കിടപ്പ് നോക്കിയ തൊണ്ടയിൽ മീൻമുള്ളു കുരിഞ്ഞ പൂച്ചയെ പോലെ. ഒരുത്തനെ കൊണ്ട് കുഴി ചാടിച്ചിട്ട് മൂന്ന് കിടന്നില്ല കിണിക്കുന്നുണ്ടില്ലേ? എടേ നിന്റെ തലവേന മാറാനാണ് ഞങ്ങൾ എണ്ണ കൊണ്ടു തന്നത്. നിന്നോട് പറഞ്ഞു അത് നീ കൊണ്ടുവന്ന് പുറത്ത് വിൽക്കാന്. നീ സ്വയം കുഴി ചാടിയിട്ട് നീ ഞങ്ങളുടെ മേക്കിട്ട് കയറുന്ന ഇത് കൊള്ളാമല്ലോ. അതെ, ഞാൻ നിങ്ങളെ രണ്ടുപേരുടെയും കാല് പിടിക്കാൻ എനിക്ക് എവിടെന്നെങ്കിലും കുറച്ച് എണ്ണ കൊണ്ട് താടേ. ഞങ്ങൾ എവിടെ കൊണ്ടുവരാൻ? വീട്ടിലിരിക്കുന്നവരുടെ ആദ്യം മനുഷ്യനെ അറിയണോ? അന്നേ പറഞ്ഞിരുന്നെങ്കിലാ ചുമ്മാ. ആ ബൾബ് പോയ ബാക്കിലെ ലൈറ്റ് കത്തുന്നില്ല. ആ ബൾബ് പോയ പറയണ്ടേ? നീ എന്താ നോക്കിയ? ക്ലീറ്റ് രാവിലെ പോയതോടെ ഇതുവരെ വന്നിട്ടില്ല. വന്നില്ല ഇതുവരെ? എണ്ണ ഇന്ന് എന്തായാലും ഇന്ന് മേടിച്ചിട്ട് വരാന്ന് പറഞ്ഞു പോയതാ. ഫാസിൽ നേരത്തെ വിളിച്ച് പറഞ്ഞു എണ്ണക്ക് എന്ത് താമസിക്കാൻ കുറെ ദിവസമായില്ലേ? എനിക്ക് അതൊക്കെ എണ്ണ കിട്ടാഞ്ഞിട്ട് എണ്ണ ഇതിപ്പോ എന്തെങ്കിലും കുഴപ്പമുണ്ടാവോ? താമസിച്ചാലും ശരി, ആ എണ്ണ വരുമ്പോ എടുത്ത് വെച്ചേക്കാൻ പറഞ്ഞ കേട്ടാ. കാരണം ചില പിന്നെ നമ്മളിനി അവസരം അഡ്വാൻസ് മേടിച്ച് പൈസ ചോദിച്ചോണ്ടിരിക്കണ എണ്ണല്ലേ ഇപ്പൊ ഈ മനുഷ്യനല്ലേ കാണാത്തത്. നാറുമില്ല എണ്ണ. ഞാൻ വൈദ്യുതി പോയി. എണീക്കുന്നേ. ഞാൻ എങ്ങനെ ഇവിടെ വന്നു? നീ ഇവിടെ വന്നല്ല, ഞാനിവിടെ വന്നതാ. ഞാനാ ഇങ്ങോട്ട് വന്നത്. നീ എവിടെ പോയിട്ട് വന്നു? ഞാൻ ഇങ്ങോട്ട് വന്നേ. നിന്നെ അന്വേഷിക്കാൻ സ്ഥലമല്ലേ? വിളിച്ചാ ഫോണും കിട്ടൂല, സ്വിച്ച് ഓഫ് വെച്ചിരിക്കുന്നു. ചാർജ് പോയി. നിന്നില്ല രാത്രി വീട്ടിൽ വരുന്നത്? അവളോടെ കരച്ചിലും വേളൊക്കെ ഞാൻ അവളെ വിളിച്ച് പറഞ്ഞല്ലോ. ആരാ വിളിച്ചു പറഞ്ഞു? തങ്കത്തിനെ. പിന്നെ അവളെ അടുത്ത് പരാതി പറയില്ലായിരുന്നല്ലോ. കുറെ നോട്ടീസ് ഒട്ടിക്കണ്ടായിരുന്നു, സമ്മേളനം വരെ അല്ലേ അതിന്റെ. രാത്രിയില് പോസ്റ്റ് ഒട്ടിക്കാൻ പോയിരുന്നു. എല്ലാവരും ഉണ്ടായിരുന്നു? അൻസാറും നടരാനൊക്കെ എല്ലാവരും ഉണ്ടായിരുന്നു. അവരൊക്കെ ഉണ്ട്. ഞാനും കൂടെ ഇല്ലെങ്കിൽ അവരെ ഉഴപ്പും. അതുകൊണ്ടേ ഞാൻ കണ്ടിപ്പോ അവരെ. ഞാൻ കണ്ടായിരുന്നു ഇപ്പൊ അവരെ. എന്നിട്ട് ഇന്നലെ സമ്മേളനം ഇല്ല, പോസ്റ്റ് ഒട്ടിപ്പോ ഒന്നുമില്ല. നീ ഇതാരുടെ അറിയാം നമ്പർ ഇറക്കുന്നത്? നീ വീട്ടിൽ വരാത്ത കാര്യം എന്താ? നീ വീട്ടിൽ വരാത്ത കാര്യം എന്താന്ന്? അതെ അളിയ, ചെറിയ പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? ആ ഫാസിലിനെ അന്വേഷിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ജമന്തി തലത്തിൽ എണ്ണയില്ലേ, HMC, അതവിടെ ഭയങ്കര ആവശ്യക്കാരൊക്കെ വന്നിരിക്കുന്നു. ഇരിക്കാൻ സമ്മതിക്കുന്നില്ല അവിടെ. ആ എണ്ണ തന്നെയാണ് അളിയ എൻ്റെ പ്രശ്നം. എണ്ണ? ഇവർക്ക് എല്ലാവർക്കും എണ്ണ വേണമെന്ന് പറയല്ലേ? ആ എണ്ണ ഇനി കിട്ടൂല. ആ എണ്ണയുടെ ചേരുവകൾ ഉണ്ടാക്കിയ 2 ആൾക്കാർ മരിച്ചുപോയി. അയ്യോ, ജീവിച്ചിരിപ്പില്ല. അതൊരു എത്ര വലിയ പ്രശ്നമാണ്. അതെ, ആ എണ്ണ നാറൂലിൽ നിന്ന് കൊണ്ടുവന്ന എണ്ണയൊന്നുമല്ല. അത് ഞാൻ ഉണ്ടാക്കിയെടുത്തൊരു പുതിയൊരു എണ്ണയാണ്. നീ ഉണ്ടാക്കിയ? ഞാനേ എനിക്ക് ചെറിയ തലവേദനയെന്നും പറഞ്ഞിട്ട് മുടി ഒഴിച്ചിലുണ്ടെന്നും പറഞ്ഞ് അൻസാറിനോടും നടരാജനോടും ഇങ്ങനെ കാര്യം പറഞ്ഞു. അവിടേക്കും അൻസാർ ഒരു എണ്ണ കൊണ്ടുവന്നു, നടരാജന് എണ്ണ കൊണ്ടുവന്നു. അപ്പോൾ അൻസാർ കൊണ്ടുവന്ന എണ്ണ ഉണ്ടാക്കിയത് അൻസാറിൻ്റെ ഉമ്മയുടെ ഉമ്മയ. അവർ ജീവിച്ചിരിപ്പില്ല, മരിച്ചുപോയി. എന്നിട്ട് നടരാജൻ കൊണ്ടുവന്ന എണ്ണ നടരാജൻ്റെ ഭാര്യ മുത്തുലക്ഷ്മിയുടെ അപ്പൂപ്പ ഉണ്ടാക്കിയത്, അയാൾ മരിച്ചുപോയി. പിന്നെ ആ എണ്ണയുടെ കൂടെ ചേർത്തത് ഞാൻ പള്ളിയിൽ പോയപ്പം കിട്ടിയ ഒരു കുപ്പി എണ്ണ ഉണ്ടായിരുന്നു. ആ എണ്ണയും പിന്നെ ഇച്ചിരി വെളിച്ചെണ്ണയും, അത് 2 ഇപ്പോൾ ബാക്കിയുള്ളൂ. ആണ് HMC. അപ്പം ഇനി ആ എണ്ണ ഇനി കിട്ടൂലേ? അത് കിട്ടില്ല ഉറപ്പായി. HMC എന്ന് വെച്ചാൽ അത് പിന്നെ നടരാജൻ ഹിന്ദു, അൻസാർ മുസ്ലിം, ക്ലീറ്റോ ക്രിസ്ത്യൻ, അങ്ങനെ HMC. എന്നാലും അളിയ എൻ്റെ 2000 രൂപ പറ്റിച്ചിട്ടുണ്ടാ. അളിയ അങ്ങനെ പറയരുതേ. അതുകൊണ്ട് ജമന്തിക്ക് ദോഷമൊന്നും ഉണ്ടായില്ലല്ലോ, ഗുണം ഉണ്ടായില്ലേ? അത് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടും അവള് എന്താ പറയുക, അവളൊരു കള്ളം ചെയ്യാത്തോണ്ടല്ലോടാ. ഇല്ല, അവളെ തല മൊത്തം മുട്ടായി പോകില്ലായിരുന്നാ. എനിക്കത് ദോഷമായി. എനിക്ക് ദോഷം?
ഇനിയിപ്പോൾ ഈ എണ്ണ എടുക്കാതെ ഞാനിപ്പോൾ പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. വെളി ഇറങ്ങി കഴിഞ്ഞാൽ ആ അയൽക്കൂട്ടത്തിലെ പെണ്ണുങ്ങൾ അവർ എന്നെ ശല്യം ചെയ്യണം. അപ്പുറത്തോട്ട് തിരിയുമ്പോൾ നീ ചോദിക്കണേ എണ്ണ എവിടെയെന്ന്. പിന്നെ ആ ഫാസിൽ വഴിയിലിട്ട് എന്നെ ഒരു രീതിയിലും ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാതെ വീട്ടിൽ കയറാക്കില്ല. തങ്കമാണെങ്കിൽ അവള് എണ്ണയെന്നും പറഞ്ഞു. അല്ല അതിനിപ്പോൾ അഡ്വാൻസ് ആയിട്ട് ചിലവാക്കി കഴിഞ്ഞാലല്ലോ. അത് ഇല്ലല്ലോ. സത്യമായിട്ട് മാറ്റി. എന്താ കുഴപ്പം? ഇല്ലെന്ന് പറയണം, എണ്ണ തീർന്നു പറയണം. പക്ഷെ എന്നാലും എനിക്ക് തങ്കത്തിനെ പേടി. അവൾക്ക് അവളുടെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. ഒരുപാട് എന്നെ പറ്റി പോലത്തി പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് അതൊന്നും പോയിട്ട് കുഴപ്പമില്ല. എന്റെ തക്കിളി മോളെ കണ്ടിട്ട് ദിവസം എത്രയായെന്ന് അറിയാമോ? സാരമല്ല, എന്തായാലും നീ വാ, ഞാൻ പറഞ്ഞോളാം അടുത്ത്. ഞാൻ അളിയേറ്റല്ലോ. ഞാൻ ഏറ്റ്. എന്തായാലും ഒരു കാര്യത്തിൽ എനിക്ക് അഭിമാനം ഉണ്ടല്ലേ നിന്നെ ഓർക്കുമ്പോഴേ. എണ്ണയുടെ പേരിലെങ്കിലും നീ ഒരു മതമൈത്രി ഉണ്ടാക്കിയല്ലോ. നമ്മുടെ നാട്ടിൽ അത് ഇനി ഉടനെ ഉണ്ടാവും തോന്നുന്നില്ല. അല്ലെങ്കിൽ ഉണ്ടാവണമെങ്കിൽ വല്ല പ്രളയം ഉണ്ടാവണം. വാ. Alien versus Alien.